നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ BJP നേതാവിനെ സംരക്ഷിക്കുന്ന CPM BJP കൂട്ടുകെട്ടിനെതിരെ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഠാണാവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ CS അബ്ദുൽ ഹഖ്, സാജു പാറേക്കാടൻ, ബാബു തോമസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസ്രുദ്ദീൻ കളക്കാട് സ്വാഗതവും MR ഷാജു നന്ദിയും പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJPയുടെ ഒരു നേതാവ് വധഭീഷണി മുഴക്കിയിട്ട് ഇന്നേക്ക് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത്തരത്തിലുള്ള ആ വധഭീഷണി മുഴക്കിയ BJPക്കാരനെതിരെ കേസെടുക്കുന്നതിന്, നടപടിയെടുക്കുന്നതിന് ഈ കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിൽ BJPയും CPMഉം തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ട് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുക. നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി മുഴക്കിയാൽ ആ വധഭീഷണി മുഴക്കിയ ആൾക്കെതിരെ ഒരു കേസെടുക്കുന്നതിന് മറ്റു തെളിവുകളുടെ ആവശ്യമില്ല എന്നിരിക്കെ ഇവിടെ ചാനലിൽ വന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലിരുന്നു കൊണ്ടാണ് അവർ കാണുന്ന നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വധഭീഷണിയുമായി BJP നേതാവ് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിനെതിരെ BJPക്കാർ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാക്കാൻ മുന്നോട്ട് വരുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വം മ്യൂസിയം ആൻഡ് ആർക്കൈവ്സിന്റെ 5ാം വാർഷികവും ചരിത്ര സെമിനാറും ചരിത്ര ക്വിസും ഒക്ടോബർ 3-4 തീയതികളിൽ നടക്കുമെന്ന് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 3 രാവിലെ 10 ക്ഷേത്രം കിഴക്കേ ഗോപുര നടയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്ര സെമിനാർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സെമിനാറിൽ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് എന്നിവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന സെമിനാറിൽ കൂടൽമാണിക്യം ക്ഷേത്രവും കൂടിയാട്ട പാരമ്പര്യവും എന്ന വിഷയത്തിൽ പരമേശ്വര ചാക്യാരും, കഥകളിയുടെ വളർച്ചയിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ സംഭാവന എന്ന വിഷയത്തിൽ ഡോക്ടർ സദനം ഹരികുമാറും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഒക്ടോബർ 4 കൂടൽമാണിക്യം ക്ഷേത്ര സമ്പത്തും അധികാര തർക്കങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്യാമ B മേനോൻ പ്രബന്ധം അവതരിപ്പിക്കും. ഡോക്ടർ കപില വേണു, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ഡോക്ടർ രാധാ മുരളീധരൻ എന്നിവർ മോഡറേറ്റർമാരായിരിക്കും. ഒക്ടോബർ 4 അഖില കേരള അടിസ്ഥാനത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 ചേരുന്ന സമാപന സമ്മേളനം ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, രാഘവൻ മുളങ്ങാടൻ, K ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ്, മ്യൂസിയം ആൻഡ് ആർക്കൈവ്സ് ഡയറക്ടർ ഡോക്ടർ K രാജേന്ദ്രൻ, ഉപദേശക സമിതി അംഗങ്ങളായ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ഡോക്ടർ TK നാരായണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ശ്രീ കൂടൽമാണിക്യം ദേവസ്വം മ്യൂസിയം ആൻഡ് ആർക്കൈവ്സിൻ്റെ ചരിത്ര സെമിനാറും അതിൻ്റെ വാർഷിക ആഘോഷവും എൻ്റെ ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. ഒക്ടോബർ മാസം 3-4 തീയതികളിലായിട്ടാണ് മ്യൂസിയം ആർക്കൈവ്സിൻ്റെ 5ാം വാർഷിക ആഘോഷവും ചരിത്ര സെമിനാറും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാര്യങ്ങൾ 2025 ഒക്ടോബർ 3-4 തീയതികളിൽ മ്യൂസിയം ആൻഡ് ആർക്കൈവ്സ് 5ാം വാർഷികാഘോഷവും
ചരിത്ര സെമിനാറും ചരിത്ര ക്വിസും നടത്തുന്നു. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് നടത്തുന്ന വാർഷിക ആഘോഷം ബഹുമാനപ്പെട്ട ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്യുന്നതും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്ര സെമിനാറുകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിക്കുന്നതുമായിരിക്കും. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനും അവരുടെ അഭിരുചിക്ക് അനുസൃതമായ തൊഴിൽ കണ്ടെത്തുന്നതിനും സംഘടിപ്പിക്കുന്ന ദിശയുടെ പ്രാരംഭഘട്ടം മിനി ദിശ സംഘടിപ്പിക്കുന്നു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ ഒക്ടോബർ 3-4 തീയതികളിൽ ഇരിങ്ങാലക്കുട SN ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ കോർഡിനേറ്റർ PC പ്രകാശ് ബാബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 3 രാവിലെ 10 ചേരുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു മിനി ദിശ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ ജില്ലയിലെ 56 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി 10,000-ഓളം വിദ്യാർത്ഥികൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന മിനി ദിശയിൽ പങ്കെടുക്കും. കരിയർ മേഖലയിലെ വിവിധ കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാളുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എന്നിവ പ്രദർശന സ്ഥലത്ത് ഒരുക്കും. കരിയർ ലോകത്തെ പ്രവണതകൾ, വിദേശ പഠനം, 21-ാം നൂറ്റാണ്ടിലെ നൈപുണികൾ, സംരംഭകത്വം എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ, പുതിയ കാലത്തെ വിദ്യാഭ്യാസ പ്രവണതകളെക്കുറിച്ചും കരിയർ ട്രെൻഡുകളെക്കുറിച്ചും കുട്ടികളുടെ പേപ്പർ പ്രസന്റേഷൻ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സരിത TS, SN ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിൻല CG, കരിയർ കൗൺസിലർ ബൈജു ആന്റണി, കരിയർ ഗൈഡ് മനോജ് V എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെൽ എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊരു വഴികാട്ടിയായി ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം മുതൽ അത് മിനി ദിശ എന്ന പേരിൽ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ദിശ തൃശ്ശൂരിൽ നടന്നതുകൊണ്ട് നമ്മുടെ 3 വിദ്യാഭ്യാസ ജില്ലകളിലും ഇത്തരത്തിലുള്ള എക്സ്പോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണത്തെ സംസ്ഥാന ദിശ നടക്കുന്നത് കോട്ടയത്താണ്. അതിൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ള തരത്തിലാണ് ഇവിടെ മിനി ദിശ സംഘടിപ്പിക്കുന്നത്. തൃശ്ശൂരിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിലും ഇത്തരത്തിലുള്ള മിനി ദിശ സംഘടിപ്പിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ നടത്തുന്നത് SN HSSൽ വെച്ചാണ്. ഒക്ടോബർ 3-4 തീയതികളിലാണ് ദിശ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനം വഹിക്കുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയിയാണ് അധ്യക്ഷ സ്ഥാനത്ത്. ഉല്ലാസ് കണ്ണോളി നയിക്കുന്ന NREG ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ഇരിങ്ങാലക്കുട ആൽത്തറയ്ക്കൽ സ്വീകരണം നൽകി. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, മുതിർന്ന നേതാവ് K ശ്രീകുമാർ, NREG AITUC മണ്ഡലം ഭാരവാഹികളായ മോഹനൻ വലിയാട്ടിൽ, VR രമേശ്, വർദ്ധനൻ പുളിക്കൽ, KS പ്രസാദ്, ബാബു ചിങ്ങാരത്ത്, KV രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ വെച്ച് അതിലേറ്റവും പ്രമേയം ആദ്യമായിട്ട് എടുത്തത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി 800 രൂപയാക്കണമെന്നാണ്. എന്നാൽ 10ാം പാർട്ടി കോൺഗ്രസിൽ ഒരു കരട് രേഖ ഉണ്ടായിരുന്നു. ആ കരട് രേഖ നമ്മുടെ ഗ്രാമീണ പ്രദേശത്തെ ജനങ്ങൾക്ക് അവർ തൊഴിൽ ചെയ്തു കഴിഞ്ഞാലും കൂലി കിട്ടുന്നില്ല. കൂലി കിട്ടുന്നതിന് വേണ്ടിയും ഈ മുതലാളിമാരുടെയും ജന്മിമാരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥ മാറ്റണം. പണിയെടുത്തു കഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി കൂലി കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ നാട്ടിലെ ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടത്. JCI ആഗോളതലത്തിൽ നടത്തുന്ന JC വാരാഘോഷങ്ങളുടെ ഭാഗമായി JCI ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ കായിക കേരളത്തിന് നിസ്തുല സംഭാവനകൾ നൽകിയ വിശിഷ്ട സേവനത്തിനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയ നവതിയിലെത്തിയ ML കുര്യപ്പൻ മാസ്റ്ററെ സൈലന്റ് സ്റ്റാർ അവാർഡ് നൽകി ആദരിച്ചു. ആദരണ സമ്മേളനം ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ഡിബിൻ അമ്പൂക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിവേദിത സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ വിപിൻ പാറമേക്കാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. JCI മുൻ പ്രസിഡന്റുമാരായ ലിയോ പോൾ
ടെൽസൺ കോട്ടോളി, അഡ്വക്കേറ്റ് ഹോബി ജോളി, ഡയസ് ജോസഫ്, ട്രഷറർ സോണി സേവ്യ, ജോയ് പാറേക്കാടൻ, ടോണി റാഫി എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട സേവാഭാരതി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര തിമിര പരിശോധനാ ക്യാമ്പ് മുനിസിപ്പൽ കൗൺസിലർ സരിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി, ഐ ഫൗണ്ടേഷൻ വക്താവ് ശിവൻ എന്നിവർ ആശംസകൾ നേർന്നു. സേവാഭാരതി ആരോഗ്യ വിഭാഗം മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ രാജ്യലക്ഷ്മി സുരേഷ് ബാബു സ്വാഗതവും കോർഡിനേറ്റർ ജഗദീഷ് പണിക്കവീട്ടിൽ നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS റോവർ റേഞ്ചർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഗാന്ധിയും ലോകവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ MK മുരളി നിർവഹിച്ചു. തുടർന്ന് ഗാന്ധിയും ലോകവും എന്ന വിഷയത്തിൽ NSS വളണ്ടിയർ ലീഡർ പാർവതി ദയ, റേഞ്ചർ ലീഡർ അനീന അനിൽ, റോവർ ലീഡർ അഭിഷേക് ഐ റോഷൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഷീന KA, സുലോചന KG, NSS പ്രോഗ്രാം ഓഫീസർ വിനുകുമാർ NV എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട കൊല്ലാട്ടി ക്ഷേത്രത്തിന് സമീപം ഗുരുദേവ ഹോട്ടൽ ഉടമയായിരുന്ന കാട്ടിക്കുളം വീട്ടിൽ രാമൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. രജീഷ്, രമ, രാകേഷ് എന്നിവർ മക്കളും ജീജ, സുധീർ, ജിനി എന്നിവർ മരുമക്കളുമാണ്. പുല്ലൂർ കണ്ണമ്പിള്ളി ബിമൽ ബോസ് അന്തരിച്ചു. 43 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ബിനോയ്, ബിബിൻ എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.